ഫലസ്തീൻ ഐക്യദാർഢ്യം ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നിരാഹാര സമരം ശ്രദ്ധേയമായി. വളാഞ്ചേരി ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ നിരാഹാര സദസ്സ് ശ്രദ്ധേയമായി. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഐക്യദാർഢ്യ ദിനം നടന്നത്. ഗാസയിലെ ദുരിതങ്ങൾ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി വിവിധ കലാപരിപാടികളും സദസ്സിൽ അരങ്ങേറി. വര, സോൾഡാരിറ്റി സിഗ്നേച്ചർ, ഗാസ ദുരിതങ്ങൾ വരച്ചുകാട്ടുന്ന ചിത്രപ്രദർശനം, ഫേസ് ആർട്ട് തുടങ്ങിയവ നിരാഹാര സദസ്സിന് കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചു. നിരാഹാര സദസ്സിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഐക്യദാർഢ്യം രേഖപ്പെടുത്തി. വളഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർ, നഗരസഭാ കൌൺസിലർമാരായ സാജിദ ടീച്ചർ, ഫൈസൽ തങ്ങൾ, വീരാൻകുട്ടി, മറ്റു പ്രമുഖർ അഷ്റഫ് അലി കാളിയത്ത്, ഖാലിദ് തൊട്ടിയാൻ, നിസാർ പാലക്കൽ, ടി അസീസ്, സൈദലിക്കുട്ടി കോട്ടപ്പുറം തുടങ്ങിയവരും ഐക്യദാർഢ്യം അറിയിക്കാനെത്തി. ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങളോടുള്ള പിന്തുണ ഉറക്കെ പ്രഖ്യാപിക്കുന്നതായി ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ ഈ സദസ്സ്. അവരുടെ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉടയോർ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ടാണ് കടന്നുപോകുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മരണപ്പെടുന്ന ആളുകൾക്ക് ഞാൻ ഇന്ന കാരണത്തിലാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെടാൻ പോകുന്നത് എന്ന് അറിയിക്കും. ഒരു പക്ഷേ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ അക്രമത്തിന് ഇരയാകുമ്പോൾ ഒക്കെ അവർക്കൊക്കെ മനസ്സിലാവും മരണത്തിലേക്ക് പോകുന്ന ഘട്ടം എത്തുമ്പോൾ ഇന്ന വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്തതുകൊണ്ടാണ് മരണത്തിലേക്ക് പോകുന്നത്. ഗസയിലെ തെരുവോരങ്ങളിലുള്ള ചെറിയ ചെറിയ കുട്ടികൾ മരിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള മരണത്തിലേക്ക് നീങ്ങുന്നത് എന്നറിയില്ല. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ, പക്ഷേ ചരിത്രത്തിലോ അല്ലെങ്കിൽ കേട്ടുകേൾവിലും പോലും ഇല്ലാത്തതാണ് ഹോസ്പിറ്റലുകൾക്ക് ഭീകരമായിട്ടുള്ള മിസൈലുകൾ വിക്ഷേപിക്കുക എന്നുള്ളത്. നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യം ഒന്നടങ്കം ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫലസ്തീന്റെ ഈ ഒരു പ്രശ്നം. ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഫിനിറ്റി കൾച്ചറൽ കമ്മ്യൂണിറ്റി നടത്തുന്ന ഈ ഒരു നിരാഹാര പരിപാടിയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന്റെ പല കാരണങ്ങളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ എടുത്താൽ തീരില്ല. 1500 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളുടെ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഭൂപടത്തിൽ, ലോക രാജ്യങ്ങൾക്കിടയിൽ, ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ പോലും ഒരു തുണ്ടുഭൂമി ഇല്ലാത്ത ഇസ്രായേൽ സമൂഹത്തിന് ഇരിക്കാൻ അല്ലെങ്കിൽ കിടക്കാൻ, തല ചായ്ക്കാൻ ഒരു ഇടം നൽകി എന്നതാണ് ഫലസ്തീൻ ജനത നൽകിയ ഒരു വലിയ തെറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ, ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്. സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ, രാജ്യത്തിന്റെ സ്വന്തം BSNL, റെയിൽവേയുടെ റെയിൽ വയർ, കൂടാതെ ഏഷ്യനെറ്റ്, എക്സ്ട്രനെറ്റ്, അലയൻസ്, കേരള വിഷൻ, വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ്. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം, സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം, ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ, കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ, കൃത്യതയോടെയുള്ള സേവനം, കൂടാതെ TV ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ. യാനെറ്റ് സൊല്യൂഷൻസ്, റിയലി എ സൊല്യൂഷൻ ഫോർ യു. കോൺടാക്ട് ചെയ്യൂ 9847789444 or 9961789111.